റെസൽമേനിയ 41 റാൻഡി ഓർട്ടനെ സ്പെഷ്യൽ ഗസ്റ്റ് റെഫറി ആക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഉള്ളതായിട്ട് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാൻ നടക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അത് എന്തുകൊണ്ടാണെന്ന് ഈ വീഡിയോയിൽ പറയാം. അതുപോലെ ഇപ്പോഴത്തെ IC ചാമ്പ്യൻ ബ്രോൺ ബ്രേക്കറിന് വീണ്ടും നല്ല പുഷ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ ബ്രോൺ ബ്രേക്കർ ഉടനെ തന്നെ വേൾഡ് ചാമ്പ്യൻഷിപ്പും വിൻ ചെയ്യും. അപ്പോൾ ആ പ്ലാൻ എപ്പോഴാണ് ഇവർ വെച്ചിട്ടുള്ളത് എന്ന് പറയാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഇപ്പോഴത്തെ IC ചാമ്പ്യൻ ബ്രോൺ ബ്രേക്കറെ പറ്റി പറയാം. ബ്രോൺ ബ്രേക്കറിന് ഓൾറെഡി ഇപ്പോൾ നല്ല പുഷാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ബ്രോൺ ബ്രേക്കറിൻ്റെ ഇപ്പോഴത്തെ പെർഫോമൻസ് എല്ലാം WWE ക്രിയേറ്റിവിറ്റി ടീമിനും ബാക്ക് സ്റ്റേജിലുള്ളവർക്കെല്ലാം ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അതായത് ഇക്കഴിഞ്ഞ റോ എപ്പിസോഡിൽ കാർലിറ്റോയെ വന്ന് ഒരു മരണമാസ സ്പിയർ അടിച്ചിട്ടുണ്ടായിരുന്നു ബ്രോൺ ബ്രേക്കർ. അത് ഞാൻ റിവ്യൂ ചെയ്ത സമയത്ത് എടുത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് പറഞ്ഞത് മാത്രം. ഇനി കാര്യത്തിലേക്ക് വരാം. അങ്ങനെ ബ്രോൺ ബ്രേക്കറിന്റെ പെർഫോമൻസ് കണ്ട് ഇപ്പോൾ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ട WWE ബ്രോൺ ബ്രേക്കറിന്റെ കയ്യിലുള്ള IC ചാമ്പ്യൻഷിപ്പ് ഉടനെ തോൽപ്പിക്കുമെന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ റെസൽമേനിയ ഫാറ്റൽ 4 മാച്ചിൽ IC ചാമ്പ്യൻഷിപ്പ് പോയേക്കാം. പിന്നീട് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ലെവലിലാണ് ബ്രോൺ ബ്രേക്കർ മാച്ച് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും സമ്മർ സ്ലാമിൽ ബ്രോൺ ബ്രേക്കർ വേൾഡ് ചാമ്പ്യൻ ആകും എന്നാണ് പറയുന്നത്. അതിപ്പോൾ റെസൽമേനിയയിൽ ഗന്ധർ സ്റ്റീൽ ചാമ്പ്യൻ ആയാലും ജെയുസോ ന്യൂ ചാമ്പ്യൻ ആയാലും സമ്മർ സ്ലാം ടൈം ആകുമ്പോൾ ബ്രോൺ ബ്രേക്കറുമായിട്ട് മാച്ച് വന്ന് ബ്രോൺ ബ്രേക്കർ ന്യൂ ചാമ്പ്യൻ ആകും. അപ്പോൾ ഇതാണ് ഇവരിപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ബ്രോൺ ബ്രേക്കറിന്റെ ഭാവിയായിട്ട്. അതായത് ഉടനെ തന്നെ വേൾഡ് ചാമ്പ്യൻഷിപ്പ്. തീർച്ചയായിട്ടും വേൾഡ് ചാമ്പ്യൻഷിപ്പിന് അർഹതയായിട്ടുള്ള റെസ്ലറാണ് ബ്രോൺ ബ്രേക്കർ. അതുപോലെയുള്ള പെർഫോമൻസ് എല്ലാം ബ്രോൺ ബ്രേക്കർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കാം വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് കിട്ടി നല്ല നല്ല സ്റ്റോറി ലൈനിൽ ആഡായി ടോപ്പ് റെസ്ലറായി മാറുമോ എന്ന്. പിന്നെ ബ്രോൺ ബ്രേക്കറിന്റെ ക്യാരക്ടറിനെ പറ്റി ഒന്ന് പറയാം. അതായത് വില്ലനാണോ എന്ന് ചോദിച്ചാൽ വില്ലനല്ല, നായകനാണോ എന്ന് ചോദിച്ചാൽ നായകനല്ല. ഈ ഒരു ടൈപ്പിലാണ് പോവുക. അതായത് ഒരു ആന്റി ഹീറോ ടൈപ്പിൽ. അപ്പോൾ ബ്രോൺ ബ്രേക്കർ വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് കമന്റ് ചെയ്യാം. ഇനി റെസൽമേനിയയിൽ റാൻഡി ഓർട്ടനെ സ്പെഷ്യൽ ഗസ്റ്റ് റെഫറി ആക്കാൻ പോകുന്ന കാര്യത്തെ പറ്റി പറയാം. അപ്പോൾ ഇത് സംഭവിക്കാൻ പോകുന്നത് ജോൺ സീന WWE ചാമ്പ്യൻ കോഡി റോഡ്സ് ഇവരുടെ ചാമ്പ്യൻഷിപ്പ് മാച്ചിലാണ്. ഇങ്ങനെയാണ് ന്യൂസ് റൂമർ എല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റൂമർ എല്ലാം 3-4 ദിവസം മുൻപ് വന്നിട്ടുള്ളതാണ്. ഞാൻ വീഡിയോ ചെയ്യാതെ വിട്ടതാണ്. കാരണം ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. റാൻഡി ഓർട്ടന് എന്തെങ്കിലും മാച്ചൊക്കെ കിട്ടും എന്നാണ് വിചാരിച്ചത്. അതുകൊണ്ടാണ് മെയിനായിട്ടും ഇതെല്ലാം ഒഴിവാക്കി വിട്ട് വീഡിയോ ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു റൂമർ ഭയങ്കരമായിട്ടും വരുന്നുണ്ട്. അതായത് റാൻഡി ഓർട്ടനെ ഇങ്ങനെ കൊണ്ടുപോയി ആഡ് ചെയ്ത് ഇവർക്കിടയിൽ സ്പാർക്ക് ഉണ്ടാക്കി ബാക്ക്ലാഷിൽ ട്രിപ്പിൾ ത്രെഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് വയ്ക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാൻ എങ്ങാനും നടക്കുകയാണെങ്കിൽ കോഡി റോഡ്സ് സീന ഇവരുടെ മാച്ചിന് വീണ്ടും ട്രിപ്പിൾ ഇരട്ടി ഹൈപ്പാകും. റെസൽമേനിയ വേറെ ലെവലായിട്ട് പോകും. പക്ഷേ എൻ്റെ അഭിപ്രായം നോക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ റാൻഡി ഓർട്ടൻ സ്പെഷ്യൽ ഗസ്റ്റ് റെഫറി ആയിട്ട് വരാൻ പാടില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റാൻഡി ഓർട്ടൻ തിരിച്ചു വന്നതിന് ശേഷം കഴിഞ്ഞ റെസൽമേനിയയിൽ തന്നെ തോറ്റുപോയി. അതായത് കെവിൻ ഓവൻസിനെ പിൻ ചെയ്താണ് ലോഗൻ പോൾ വിൻ ചെയ്തത്. എങ്കിലും റാൻഡി ഓർട്ടനും ആ മാച്ച് തോറ്റതാണ്. പിന്നീട് നമ്മൾ ഈ വർഷം നോക്കിയിരുന്ന കെവിൻ ഓവൻസ് ആയിട്ടുള്ള മാച്ച് അതായിരുന്നു ഒരു പ്രതീക്ഷ. ഇപ്പോൾ കെവിൻ ഓവൻസിന് ഇഞ്ചുറി ആയതുകൊണ്ട് ആ മാച്ച് നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മറ്റെന്തെങ്കിലും മാച്ച് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. റാൻഡി ഓർട്ടൻ്റെ മാച്ച് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന നമ്മൾക്ക് സ്പെഷ്യൽ ഗസ്റ്റ് റെഫറി ആയിട്ടുള്ള ആ സംഭവം അത്രയ്ക്ക് സെറ്റാവില്ല. അതായത് നമ്മൾക്ക് മാച്ച് തന്നെ കിട്ടിയാലേ സെറ്റാവൂ. ഞാൻ പറഞ്ഞതുപോലെ സ്പെഷ്യൽ റെഫറി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. പക്ഷെ അത് ചിലപ്പോൾ ബാക്ക് ഫയർ ആവാൻ ചാൻസ് ഉണ്ട്. അതായത് റോമൻ CM പങ്ക് സെറ്റ് ഇവരുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്താണോ സംഭവിച്ചത് അതുപോലെയുള്ള ചില അഭിപ്രായങ്ങളെല്ലാം വന്നേക്കാം. അപ്പോൾ അതിലും നല്ലതാണ് നിക്കാൾഡിൻസ് കൊണ്ടുവരുന്ന റെസ്ലറുമായിട്ട് റാൻഡി മാച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ മുൻപ് വന്നതുപോലെ അലിസ്റ്റർ ബ്ലാക്ക് അല്ലെങ്കിൽ ഡാമിൻ പ്രീസ്റ്റ് ഡ്രൂ മാക്കിൻറ്റയറുമായിട്ടുള്ള മാച്ചിൽ വിൻ ചെയ്യുന്നവരുടെ കൂടെ ഒരു നമ്പർ 1 കണ്ടൻഡർ മാച്ച് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞ സ്പെഷ്യൽ ഗസ്റ്റ് റെഫറി ആയിട്ടുള്ള ഈ ഒരു സംഭവത്തിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താല്പര്യമില്ലാത്തതിൻ്റെ കാരണം ഇതൊക്കെയാണ്. ഇനി ജോൺ സീന റെസൽമേനിയയ്ക്ക് മുൻപ് ഒരു സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ വരുന്നുണ്ട്. അപ്പോൾ അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ ഈ വരുന്ന സ്മാക്ക് ഡൗണിലല്ല, റെസൽമേനിയയ്ക്ക് മുൻപ് നടക്കുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിലാണ് സീന വരാൻ പോകുന്നത്. ഇതിപ്പോൾ WWE തന്നെയാണ് പരസ്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സീന ഉറപ്പായിട്ടും വരും ആ ഒരു സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ, റെസൽമേനിയയ്ക്ക് മുൻപുള്ള സ്മാക്ക് ഡൗണിൽ. അപ്പോൾ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.